സതയം എപ്പോഴും ഒരു വയലൻസിനൊക്കെ ഭയങ്കര പ്രാധാന്യമുള്ളൊരു സിനിമയാണ്. എന്നാൽ വയലൻസ് അത് ആളുകൾ നൊമ്പരപ്പെടുന്ന രീതിയിലാണ് നമ്മൾ ആ വയലൻസിന് സാറ് ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് വരുമെങ്കിൽ വയലൻസ് കുറച്ചും കൂടെ എവിഡൻ്റ് ആണ്. അപ്പോൾ നമുക്ക് സാറിന് വേണമെങ്കിൽ ആ സിനിമ കുറച്ചുകൂടെ ബ്ലഡ് ഡിഷായിട്ടും ആ ഒരു രീതിയിലുള്ള ക്രൂരമായിട്ടൊക്കെ സിനിമ ചെയ്യായിരുന്നു. എങ്ങനെയായിരുന്നു ആ ഒരു വയലൻസിന് സാറ് സതയത്തിൽ അപ്രോച്ച് ചെയ്തിരുന്നത്? നമ്മൾ ഇതിനകത്ത് ശരിക്കും ആ കുട്ടികളെ കൊല്ലുന്ന ഭാഗമാണ് ഏറ്റവും ബ്രൂട്ടലായിട്ടുള്ളൊരു ഏരിയ. അപ്പോൾ എം ഡി സാർ അത് എഴുതി വെച്ച രീതിയോട് പൂർണ്ണമായിട്ട് നീതി പുലർത്തിക്കൊണ്ട് തന്നെയാണ് ചെയ്യാനാണ് ശ്രമിച്ചിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ചോര കാണിക്കാതെ, അതിൻ്റെ ക്രൂരത ഒരുപാട് ഡയറക്റ്റായിട്ട് കാണിക്കാതെ അതൊരു സൂചനകളിലൂടെ ചെയ്യുക എന്നുള്ളതാണ്. കുട്ടികളെ ഇയാൾ കത്തി കൊണ്ട് അല്ലെങ്കിൽ ആ പാലറ്റ് കൊണ്ട് അല്ല നൈഫ് കൊണ്ട് കുത്തുന്നത് നമ്മൾ ഡയറക്റ്റായിട്ട് വിഷ്വൽ കൊടുത്തിട്ടില്ല. അതിൽ അവരുടെ റിയാക്ഷൻസിൽ മാത്രമാണ്. ഒരിക്കൽ മാത്രമാണ് ഈ നായിക മാധുവിൻ്റെ ഒരു പോർട്രേറ്റിലേക്ക് രക്തം വന്ന് വീഴുന്ന ഒരു ഷോട്ട് മാത്രമേ ഉള്ളൂ അതിനകത്ത് ഏറ്റവും ഒരു രക്തം പ്രകടമായിട്ട് കണ്ടത്. പിന്നീട് പെയിൻറ്റിങ്ങിലാണ് ഈ ബ്രഷിൽ പറ്റിയ ബ്ലഡ് വെച്ചിട്ട്, ഈ പെയിൻറ്റിങ് നൈഫിൽ പറ്റിയ ബ്ലഡ് വെച്ചിട്ട് അയാൾ വരച്ചുകൊണ്ടിരുന്ന ചിത്രത്തെ കൂടുതൽ ബീഭത്സമാക്കാൻ ശ്രമിക്കുന്ന ആ ബ്ലഡിനെ ഒരു പെയിൻ്റാക്കി ഉപയോഗിച്ചുകൊണ്ട് അയാൾ യൂസ് ചെയ്യുന്നതുള്ളൂ. അല്ലാതെ വളരെ ഡയറക്റ്റായിട്ടൊരു ബ്രൂട്ടലായിട്ടുള്ളൊരു വിഷ്വൽ അതിനകത്ത് വരാൻ പാടില്ല എന്ന് നിർബന്ധമുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ആ ഒരു ഫുള്ളായിട്ടും ആ ഒരു ഒരു ക്രൂരത കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുകയും വേണം, അല്ലെങ്കിൽ അതിൻ്റെ തീവ്രത കുറയാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുകയും വേണം. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ചെയ്തൊരു ഒരു സീക്വൻസാണത്. അത് ഒരുപക്ഷെ എം ഡി സാർ എഴുതി വെച്ചതിന് മുകളിലേക്ക്, അല്ലെങ്കിൽ മുകളിലേക്കെന്ന് പറയാൻ പറ്റത്തില്ല, അതിനും അപ്പുറത്തേക്ക് അദ്ദേഹം എഴുതി വെച്ച ഒരു ഫ്രെയിമിന് പുറത്തേക്ക് കൂടെ സഞ്ചരിച്ച് അത് ചെയ്തു. ഞാൻ അത് ചെയ്തു വന്നപ്പോൾ ഒരു ഫിലിം മേക്കർ എന്ന നിലയിൽ നമ്മളത് ചെയ്തു വരുമ്പോൾ നമ്മളെ കൊണ്ടങ്ങനെ ചെയ്യിപ്പിക്കുന്നതാണ്. ആ എഴുത്തിൻ്റെ ഒരു ശക്തി നമ്മളെ കൂടുതൽ മുമ്പോട്ട് സഞ്ചരിപ്പിക്കുന്നതാണ്. മറ്റ് ഈ സ്ത്രീ കഥാപാത്രങ്ങളുടെ ഇയാൾക്ക് ഈ പെൺകുട്ടികളെ ചതിക്കാനായിട്ട് നിന്ന ആൾക്കാരുടെ ലളിത ചേച്ചിയുടെയും തൊടുപുഴ വസന്തിയുടെ ആ കഥാപാത്രങ്ങളെയൊക്കെ മുഖത്തേക്ക് ഇയാളുടെ അവരാണ് ആ പെയിൻറ്റിങ്ങിലൂടെ അയാൾ വരയ്ക്കുന്ന പെയിൻറ്റിങ് നൈഫിലുണ്ടായിരുന്ന ബ്ലഡ് ഇവരുടെയൊക്കെ മുഖത്തേക്ക് അയാൾ തിരിച്ചും വരും. അതൊന്നും സ്ക്രിപ്റ്റിലില്ലാത്തതാണ്. അത് ആ സമയത്ത് നമ്മളുടെ ഒരു ഇംപ്രവൈസേഷൻ പോലെ സംഭവിച്ചതാണ്. അത് അദ്ദേഹം എം ഡി സാർ അതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം അതിനെ വളരെ പോസിറ്റീവായിട്ട് എടുക്കുകയും നന്നായി എന്ന് പറയുകയൊക്കെ ചെയ്തു. അപ്പം അത് ഒരു ക്രിയേറ്റർ എന്ന നിലയിൽ നമ്മളെ കുറച്ചുകൂടെ ധൈര്യപ്പെടുത്തിയതാണ്. ഇതൊക്കെ ഞാൻ എൻ്റെ ഒരു 36ാമത്തെ വയസ്സിലാണ് ആ സിനിമ ചെയ്യുന്നത്. എം ഡി സാർ എന്നെക്കാളും എത്രയോ വർഷങ്ങൾ സീനിയറായിട്ടുള്ള എത്രയും അധികം പ്രായം നിൽക്കുന്ന ഒരു ഗുരുസ്ഥാനത്ത് നിൽക്കുന്ന ആളാണ്. പക്ഷെ അതൊക്കെ ഒരു വലിയ ഭാഗ്യമാണ്. എൻ്റെ കരിയറിലെ ഏറ്റവും വലിയ ഭാഗ്യങ്ങളിലൊന്നത് അത് തന്നെയാണ്. എം ഡി സാറിൻ്റെ ഒരു ലിവിങ് ലെജൻഡ് എന്നൊക്കെ നമ്മൾ പറഞ്ഞ് അദ്ദേഹം ജീവിച്ച കാലഘട്ടത്തിൽ ജീവിച്ച് അദ്ദേഹം എനിക്ക് വേണ്ടിയും അദ്ദേഹത്തിൻ്റെ പേന ചലിപ്പിച്ചു, അല്ലെങ്കിൽ അദ്ദേഹം എഴുതി വെച്ച വരികൾ അതിന് ദൃശ്യഭാഷ നൽകാൻ കഴിയുക, അതൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളൊന്നും.